ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അന്ന് നമ്മൾ ചെയ്തതുപോലെ തന്നെ ഒരു ഹൂ നോസ് മീ ബെറ്റർ. അപ്പൊ ഇന്ന് ആരെ കുറിച്ചാണ്? റബേക്ക അല്ലേ? റബേക്കനെ കുറിച്ച് എമ്മിക്കുട്ടിക്ക് അറിയാവോ? കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഉത്തരം പറയോ? ഞാനില്ല കേട്ടോ ഇതിനകത്തുള്ളത് സാറ, റബേക്ക, എമി. ആർക്കാണ് നമ്മുടെ റബേക്കനെ കൂടുതലായിട്ട് അറിയാവുന്നതെന്ന് നോക്കാം അല്ലേ? റെഡിയല്ലേ? അപ്പൊ ഞങ്ങളുടെ ലൈക്ക് ബോഗൻവില്ല ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ഇപ്പൊ ഞാൻ തുടങ്ങി കൊടുത്താൽ മതി പറയുന്നുണ്ട് അല്ലേ? ശരി, നമുക്ക് അധികം സമയം കളയേണ്ട വീഡിയോയിലേക്ക് പോവാം. അപ്പൊ സെറ്റ് അല്ലേ? സെറ്റ് ആണല്ലോ. അന്ന് ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഓക്കെ. റബേക്കയുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് പറയമ്മി കുട്ടി ആരാ? അനാമിക. സാറ പറ. സെറിൻ, നിരഞ്ജന. ആണോ? എനിക്കത്ര ഞാൻ പറയട്ടെ, കറക്റ്റ് ആൻസർ പറയാൻ പോലെയാണ്. നിരഞ്ജനയാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. എമ്മിക്കുട്ടി നമുക്ക് അടുത്തതിന് ശരിയാക്കാം കേട്ടോ. അനാമികനെ ആണോ എമ്മിക്കുട്ടിക്ക് ഇഷ്ടം? അത് എമ്മീനെ കൂടുതലും കാണുന്നത് അവളാണ്. നിരഞ്ജനാണ് ചില നേരം ഇവങ്ങനെ വരാറുള്ളു. ആണോ? എമ്മിനോട് കൊറേ സംസാരിക്കണം. നിരഞ്ജന എന്ന് പറഞ്ഞാ ലേറ്റ് ആയിട്ടാ വന്നത്. അപ്പൊ അത് കാരണം അനിയന് പേടിയാണ് ഇരിക്കാൻ സ്കൂളില്. അതാണ്. അപ്പൊ അനാമിക ചേച്ചിനെ എമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ? ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. റബേക്കയ്ക്ക് ഇഷ്ടപ്പെട്ട അനിമേഷൻ ക്യാരക്ടർ? എമ്മിക്കുട്ടി പറ. പപ്പേ അനിമേഷൻ ക്യാരക്ടർ അല്ല, ക്യാരക്ടർ അറിയാമോ? റബേക്കയ്ക്ക് ഏത് അനിമേഷൻ? ഡിസ്നിയിൽ നമ്മൾ കുറെ കാണില്ലേ, ഡിസ്നി പ്രിൻസസ്സോ അങ്ങനെ ആരെങ്കിലും? ആരെയാണ് ഇഷ്ടം? എന്റെ ഉത്തരം കേട്ടില്ലല്ലോ. അയ്യോ, നിനക്ക് മോന. ഓക്കെ. അപ്പൊ രണ്ടുപേരും ശരിയാക്കി. അടുത്തത് റബേക്കയ്ക്ക് ഇഷ്ടപ്പെട്ട സ്പോർട്സ്? എമ്മിക്കുട്ടിക്ക് അറിഞ്ഞൂടാ, അന്ന് സാറ പറ. റബേക്കക്ക് കളിക്കാൻ ഇഷ്ടമുള്ളതാണോ? അതെ. ബാസ്കറ്റ്ബോൾ, വോളിബോൾ, ഏതെങ്കിലും ഒന്ന് പറയണം. ബാസ്കറ്റ്ബോൾ. എമ്മിക്കുട്ടിക്ക് അറിയാമോ? വോളിബോളാ? അല്ല. എന്താണ് റബേക്ക? ബാസ്കറ്റ്ബോൾ. ഓക്കെ. അടുത്തത് റബേക്കയ്ക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് പറ. എമ്മിക്കുട്ടി പറ. പൊതിച്ചോറ്. എമ്മിക്കുട്ടിക്കാണ് ഇഷ്ടം. സാറ പറ. രണ്ടെണ്ണം ഉണ്ട് എനിക്ക് ഉത്തരം. പിസ്സ. അയ്യോ, നൂഡിൽസ്. ഓക്കെ. അപ്പൊ റബേക്ക പറ. രണ്ടുപേരുടെയും തെറ്റി. എനിക്ക് ഫ്രൈഡ് റൈസ് ആണ് കൂടുതൽ ഇഷ്ടം. അന്ന് ഞാൻ കൊറേ തിന്നുമായിരുന്നു. എനിക്ക് കിട്ടുമ്പോ ഞാൻ തിന്നു. ഇഷ്ടമാണ് ഫ്രൈഡ് റൈസ് ആണ് ഇഷ്ടപ്പെട്ട ഫുഡ്. ഓക്കെ. അടുത്തത് റബേക്കയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വീറ്റ് ഏതാണെന്ന് അറിയാമോ? എമ്മിക്കുട്ടിക്ക് കൈ പൊക്കി. എമ്മിക്കുട്ടി പറ. ജിലേബി. സാറ പറ. പറ. ഞാൻ പറഞ്ഞട്ടെ, കറക്റ്റ് ആണ്. എനിക്ക് ഒരെണ്ണം കൂടെ ഉണ്ട്. ഒന്ന് അല്ലല്ല കൊച്ചു മോള് പറഞ്ഞ ശരിയാ. ജിലേബി ഇഷ്ടാണ്. ഒന്ന് ജിലേബിയും ഒന്ന് പേട. അപ്പൊ എമ്മിക്കുട്ടി ജയിച്ചേ. അടുത്തത് റബേക്ക വീട്ടിൽ നിൽക്കുമ്പോൾ റബേക്കയ്ക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത് എന്താണ്? സാറക്ക ക്രാഫ്റ്റും വരക്കാനും. അപ്പൊ വരക്കാനാണ് സാറ ഉദ്ദേശിച്ചത്. രണ്ടുപേരുടെയും ശരിയാണ്. അടുത്തത് റബേക്കയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ? അറിയില്ല. പേരെന്താ? ലീമോൾ മിസ്. അടുത്തത് സാറോ? അഖിൽ സാറോ? നിഖിൽ സാറ്. ആരാണ് റബേക്ക ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ? ആൻസർ പറയാൻ ലീമോൾ മിസ്സിനെയാണ് ഏറ്റവും ഇഷ്ടം അല്ലെ? റബേക്കനെ മാറ്റി മറിച്ചെടുത്തത് ലീമോൾ മിസ് ആണ്. റബേക്കയുടെ പേടിയും ടെൻഷനും ഒക്കെ കളഞ്ഞ് റബേക്കനെ സ്കൂളിൽ പോകാൻ ഇഷ്ടം ഉണ്ടാക്കിയെടുത്തത് ലീമോൾ മിസ് ആണ്. അപ്പൊ താങ്ക് യു ലീമോൾ മിസ് എന്ന് പറ. താങ്ക് യു ലീമോൾ മിസ്.
ഇനി 3 കാര്യങ്ങൾ പറയും. ആ 3 ഏതാണ് റബേക്കക്ക് ഇഷ്ടമുള്ളതെന്ന് പറയണം. ഓക്കെ, കൈ ഉയർത്തിയാ മതി. ഓറഞ്ച്, ആപ്പിൾ, മാംഗോ. പറ. ഞാൻ ഏതെടുക്കും? ഈ 3 അല്ല, ഒരെണ്ണം പറയാവുള്ളൂ. എന്റെ മുമ്പിലുണ്ട്. ഓറഞ്ചും ആപ്പിളും മാംഗോയും റബേക്കയുടെ ഫ്രണ്ടിൽ വെച്ചാൽ റബേക്ക ഏതെടുക്കും? മാംഗോ. ആപ്പിൾ. ഏതാണ് കറക്റ്റ്? മാംഗോ. കുട്ടി ഇഷ്ടമല്ല. ഇഷ്ടമല്ല. എനിക്കറിയില്ലായിരുന്നു ഉത്തരം. ഞാൻ guess ചെയ്തു. അവൾക്ക് ആപ്പിളും ഓറഞ്ച് ഗ്രേപ്സ് ഒന്നും ഇഷ്ടമല്ല. മാംഗോ, ഡ്രാഗൺ ഫ്രൂട്ട്, അതൊക്കെയാണ് ഇഷ്ടം. അടുത്തത് ഇനി 3 സാധനം വെക്കും. ആ 3 സാധനം ഒരുമിച്ച് കൊണ്ടുവന്ന് മുന്നിൽ വെച്ച റബേക്ക ഏതെടുക്കും? ബീഫ്, ചിക്കൻ, ഫിഷ്. പറ. ചിക്കൻ. എന്ത് തരം ചിക്കനും? ആ, ബീഫ്, ചിക്കൻ, ഫിഷ്. ഞാൻ പറയട്ടെ. ആ, ഫിഷ്. ഫിഷാണ്. ഞാൻ വിചാരിച്ച എനിക്കേ അറിയുള്ളത്. അല്ല, അവക്കും അറിയാം, കുറെ കാര്യങ്ങൾ അവക്കും അറിയാം. ഞാൻ വിചാരിച്ചു ഫിഷ്. ഞാൻ ചിക്കൻ ഇപ്പോഴും അങ്ങനെ ഒരു പാലില്ല. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. റബേക്കനെ കുഞ്ഞിലെ വിളിച്ചിരുന്ന പേരെന്താണ്? പറ. അതൊരു ചിമ്മു. ഒരു മിനിറ്റ് കുഞ്ഞു പറ. ചിമ്മു, അയ്യോ അത്ര അറിയാം, ബാക്കി പറ. ചിമ്മു, റബു, റയ, ബബു. അങ്ങനെ എന്തൊക്കെയോ കൂടി വിളിക്കുമായിരുന്നു. ബബു. പിന്നെ അതായത് റബേക്കക്ക് കൊറേ പേരുണ്ട്. അമ്മക്ക് ജനിച്ചപ്പോ റബേക്കനെ റബീന്ന് വിളിച്ചു. അത് കഴിഞ്ഞ് നമ്മളത് റബു, റേയാക്കി. അല്ലല്ല, ചിമ്മു ആക്കി. പിന്നെ റേയാക്കി. എന്നെ കൊറേ പേര് ഇപ്പോഴും അതും ഇതൊക്കെ വിളിക്കുന്നുണ്ട് ആ പേരിൽ തന്നെ. ഇപ്പൊ നമ്മളെല്ലാരും റബേക്കാന്ന് മാത്രമാണ്. ബാക്കിയുള്ളവരൊക്കെ ഇല്ല. അങ്ങനെ ഇവിടെ നമ്മുടെ ഹൂ നോസ് മീ ബെറ്റർ അവസാനിക്കുമ്പോ നമ്മൾ ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻസിൽ 5 എണ്ണം നമ്മളുടെ എമ്മിക്കുട്ടി ശരിയാക്കി. 10 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 10 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിൽ 4 എണ്ണം സാറ ശരിയാക്കി. ഈ 5 എണ്ണം ശരിയാക്കിയപ്പോ 2 പേരും ഉത്തരം പറഞ്ഞത് അതിനകത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അവസരം നമ്മൾ ഇത്തവണ എമ്മിക്കുട്ടിക്ക് കൂടുതൽ കൊടുത്തു അല്ലേ? നമുക്ക് എമ്മിക്കുട്ടി കഴിഞ്ഞ എന്തോ ഗെയിമിൽ തോറ്റുപോയി എന്നുള്ളൊരു സങ്കടം എമ്മിക്കുട്ടിക്ക് ഉണ്ടായിരുന്നു. ഇതാണ് നമ്മൾ എമ്മിക്കുട്ടിനെ ജയിപ്പിച്ച് കൈയടിക്കണേ. അല്ല എമ്മിക്കുട്ടി പറഞ്ഞല്ല. പിന്നെ കുഞ്ഞല്ലേ, നമ്മൾ അവസരം കൊടുക്കണ്ടേ അല്ലേ? അപ്പൊ എമ്മിക്കുട്ടി ജയിച്ചിട്ടെ. എമ്മിക്കുട്ടിക്ക് എന്നാലും റബേക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വീറ്റ് ആരാ പറഞ്ഞത്? ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ആരാ പറഞ്ഞത്? അതൊക്കെ അവള് പറഞ്ഞേ അല്ലേ? ഒറ്റയ്ക്ക് പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ലൈക്ക് ബഗൈനില്ല, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് നാളെ.